അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അദ്റസുർ റാബിഅ. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ. അല്ലാഹു എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനാണ്. ലോകത്ത് ഒരു തരി എന്തെങ്കിലും ഉണ്ടോ? എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ ആരാണ്? റബ്ബ് സുബ്ഹാനഹു തആലയാണ്. അൽ അംബജു യൻഷഉ മിൻ ഷജറത്തിൽ അംബജി വഷജറത്തുൽ അംബജി തൻഷഉ മിനൽ അംബജി. ഈ പാഠത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? കുറേ ഉദാഹരണങ്ങളാണ് ഈ പാഠത്തിൻ്റെ ഭൗതി മുക്കാലും പറയണത്. ആകത്തുക എന്താണ്? അള്ളാഹുവാണ് ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെയും സൃഷ്ടാവ് റബ്ബാണ്. ആ ഒരു ഭാഗമാണ് ഇന്നത്തെ പാഠത്തിലൂടെ പറയുന്നത്. അൽ അംബജി യൻഷഉ മിൻ ഷജറത്തിൽ അംബജി. മാങ്ങയിൽ നിന്നാണോ മാങ്ങയുടെ മരം ഉണ്ടായത്? ഓ ഷജറത്തുൽ അംബജി തൻഷഉ മിനൽ അംബജി. മാങ്ങ മരത്തിൽ നിന്നാണ് അതല്ല മാങ്ങയുണ്ടായത്. ഫമസ്സാബിഖു മിൻഹുമാ. ഇതിൽ ആദ്യമുണ്ടായത് ഏതാ? അപ്പോൾ മാങ്ങയിൽ നിന്നാണോ മാങ്ങയുടെ മാവുണ്ടായത്? അതല്ല മാവിൽ നിന്നാണോ മാങ്ങയുണ്ടായത്? ഇതിൽ ആദ്യം ഉണ്ടായത് ഏതാണ്? മനസ്സിലാണ്ടോ? അല്ല അംബജു യൻഷഉ മിൻ ഷജറത്തിൽ അംബജി. മാങ്ങയിൽ നിന്ന് മാവുണ്ടാവുന്നു. പക്ഷെ ഷജറത്തുൽ അംബജി യൻഷഉ മിനൽ അംബജി. മാവിൽ നിന്നോ മാങ്ങയും ഉണ്ടാകുന്നു. ഫമസ്സാബിഖു മിൻഹുമാ. ഇതിൽ ആദ്യം സംഭവിച്ചത് ഏതാണ്? അയ്യമ്മ കാന ഫമൻ ഔജദൽ അവ്വല മിൻഹുമാ. ഇതിൽ നിന്ന് ആദ്യം ഉണ്ടാക്കപ്പെട്ട സാധനം ഏതായിരിക്കും ആദ്യമായി ഉണ്ടായത്? അല്ലേ? ഒരു മാവ് ഉണ്ടായി, മാവിൻ്റെ മരം ഉണ്ടാവണമെങ്കിൽ മാങ്ങയുടെ അണ്ടി കുഴിച്ചിടണം, മാങ്ങ വേണം അല്ലേ? ഒരു മാങ്ങ കിട്ടണമെങ്കിലോ മാവും വേണം. മാവിൽ നിന്ന് മാങ്ങ കിട്ടുന്നു, ആ മാങ്ങ മുളപ്പിച്ച് എന്ത് ചെയ്യുന്നു? മാവുണ്ടാക്കുന്നു. അപ്പം ഇതിൽ ഏതാണ് ആദ്യം ഉണ്ടായത്? വമൻ അഖ്റജ സാനി മിനൽ അവ്വലി. അപ്പോൾ ഫമൻ ഔജദൽ അവ്വല മിൻഹുമ. ഇതിൽ നിന്ന് ഒന്നാമത്തത് ആണോ ആദ്യമുണ്ടായത്? അതല്ല അഖ്റജ സാനി മിനൽ അവ്വലി, രണ്ടാമത്തിൽ നിന്നാണോ ഒന്നാമത്തെ ഉണ്ടായത്? വമൻ ഖലഖ സായിരിൻ നബാതാത്തി വൽ ഹയവാനാത്ത്. അടുത്തൊരു ചോദ്യമാണ് മനുഷ്യരോട്. ഭൂമിയിലുള്ള മുഴുവൻ സസ്യങ്ങളെയും ജീവനുള്ള വസ്തുക്കളെയും എല്ലാം സൃഷ്ടിച്ചത് ആരാണ്? ഒമൻ ഖലഖൽ അർള വസ്സമാവാത്ത്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാ? ഒമൻ ഖലഖ ശംസ വൽ ഖമറ വൻ നുജൂം. ഇന്ത്യയുടെ മുകളിലേക്ക് നോക്കിയാൽ, ഇന്ത്യ എന്നല്ല ലോകത്തിൽ നിന്നും താഴോട്ടങ്ങോട്ട് നോക്കിയാൽ കാണപ്പെടുന്ന മുഴുവൻ ഭൂമിയിലുള്ള വസ്തുക്കളും, മുകളിൽ നിന്ന് താഴെ നിന്ന് ആകാശത്തേക്ക് നോക്കിയാൽ കാണപ്പെടുന്ന മുഴുവൻ വസ്തുക്കളും, ഇതൊക്കെ ആരുണ്ടാക്കി? ഇതിൻ്റെയൊക്കെ സൃഷ്ടാവ് ആരാണ്? ഒമൻ ഖലഖ ശംസ വൽ ഖമറ വൻ നുജൂം. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ സൃഷ്ടിച്ചത് ആരാണ്? അതിൻ്റെ പിന്നിൽ ആരാണ്? ഒമൻ ഖലഖൽ ഇൻസാന വഅല്ലമഹുൽ ബയാൻ. ഒമൻ ഖലഖൽ ഇൻസാന, മനുഷ്യരെ സൃഷ്ടിച്ചത് ആരാ? വഅല്ലമഹുൽ ബയാൻ. അവനക്കൊക്കെ എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുത്തില്ല അല്ലേ? മനുഷ്യൻ്റെ വിവരം ചില്ലറയാണോ? അല്ലല്ലോ. മനുഷ്യന് ഓരോ ദിവസവും വിവരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂടുന്നതനുസരിച്ച് ശാസ്ത്രം ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ അറിവ് പറഞ്ഞു കൊടുത്ത് മനുഷ്യന്മാരെ സൃഷ്ടിച്ച്, ലോകത്തെ സൃഷ്ടിച്ച്, ആകാശഭൂമികൾ സൃഷ്ടിച്ച്, അതേപോലെ തന്നെ ലോകത്തിൻ്റെ എന്തും ഏതും എവിടെയും എങ്ങനെയും സൃഷ്ടിച്ച് പരിപാലിച്ചത് ആരാണ്? ലാ യുംകിനു അൻ യൂജദ ശൈഉൻ മിൻ ഹാദിഹി ബിലാ സ്വാനിഹിൻ.
ലാ യുംകിനു അൻ യൂജദ ഷൈഉൻ മിൻ ഹാദിഹി ബിലാ സ്വാനി. ഒരു ഉണ്ടാക്കുന്ന ആളില്ലാതെ, അതായത് ഒരു സൃഷ്ടിപ്പ്, ഒരു സൃഷ്ടാവ് ഇല്ലാതെ ഇതൊന്നും എന്താവൂല, ഉണ്ടാക്കപ്പെടുകയില്ല. അപ്പോൾ ഒരു ഉണ്ടാക്കപ്പെട്ട ആളില്ലാതെ ഒന്നും ഉണ്ടാവില്ല. മനസ്സിലാണ്ടോ? ഏതും എങ്ങനെയും എങ്ങനെ ഉണ്ടാക്കണമെങ്കിലും എന്ത് സൃഷ്ടിക്കണമെങ്കിലും ആര് വേണം? ഒരു സ്വാനി, ഉണ്ടാക്കിയ ആൾ വേണം. ലാ തൂജദു കിതാബത്തുൻ ബിലാ കാത്തിബിൻ വലാ ശിഅറുൻ ബിലാ ഷാഇരിൻ വലാ ബിനാഉൻ വലാ ബാനിൻ. അല്ലേ? ലാ തൂജദു കിതാബത്തുൻ ബിലാ കാത്തിബിൻ. ഒരു എഴുത്തുകാരനില്ലാതെ കിതാബ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. വലാ ഷിഅറുൻ ബിലാ ഷാഇരിൻ. ഒരു പിന്നെ പാട്ടിൻ്റെ വരികളില്ലാതെ എന്തുണ്ടാവില്ല? പാട്ടുണ്ടാവില്ല. വലാ ബിനാവും വലാ ബാനിൻ. ഒരു പിന്നെ പാട്ടുകാരനില്ലാതെ എന്താവില്ല? ഒരു പാട്ടും ഉണ്ടാവില്ല, എഴുത്തുകാരനും ഉണ്ടാവില്ല, കിതാബും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. വലാ തൂജദു സഫീനത്തുൻ ബിലാ സ്വാനിഹിൻ. ഒരു കപ്പൽ, ആ കപ്പൽ ഉണ്ടാക്കിയ ആളില്ലാതെ തന്നാലും കേട്ടോ ഒരു ദിവസം നേരെ വെളുത്ത് നോക്കിയപ്പോൾ വരൻ്റെ മുന്നിൽ കപ്പലുണ്ടായി. തന്നാലും അങ്ങനെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. വലാ തജ്രി ഫിൽ ബഹരി ബിലാ മല്ലാഹിൻ. വലാ തജ്രി ഫിൽ ബഹരി ബിലാ മല്ലാഹിൻ. ഒരു കപ്പിത്താനില്ലാതെ കപ്പൽ എന്താവില്ല? കടലിൽ കപ്പൽ സഞ്ചരിക്കൂല. ഫകൈഫ യൂജദു ഹാദൽ ആലമുൽ ബദീഉ ബിലാ സ്വാനിഇൻ. ഒരു നിർമ്മാതാവില്ലാതെ എങ്ങനെയാണ് ഈ അത്ഭുതകരമായ ലോകത്ത് ഈ ലോകം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? വകൈഫ യജ്രി ബിഹാദൻ നിളാമിൽ അജീബി ബിലാ മുദബ്ബിരിൻ. അല്ലേ? ഒരു സൂത്രധാരകനുമില്ലാതെ ഈ അത്ഭുതകരമായ ലോകത്തിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരു സൂത്രധാരനില്ലാതെ ഇതിങ്ങനെ പ്രവർത്തിച്ചു, ഈ അത്ഭുതകരമായ സംഗതി ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമോ? ബിലാ മുദബ്ബിരിൻ. എങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക? ഇല്ലല്ല. ഫൽ അഖ്ലു യഹ്കുമു അന്നൽ ഹയവാനാതി മിനൽ ലംനി ഫിൽ ഇൽഫീൽ. അവിടെയാണ് ഫൽ അഖ്ലു യഹ്കുമു. ബുദ്ധി എന്ത് ചെയ്യുന്നു? അവൻ്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നു, പറയുന്നു, സ്ഥിരപ്പെടുത്തി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അന്നൽ ഹയവാനാതി മിനൻ നംലി ഇലൽ ഫീൽ. ഹയവാനാത്തുകളിൽപ്പെട്ട, ജീവികളിൽപ്പെട്ട ഉറുമ്പ് മുതൽ ഫീൽ വരെ, ആന വരെ. വഅന്നൽ ജമാദാതി മിനൽ ദർറതി ഇലൽ മജറ ലാ തൂജദു ബിലാ മൂജിദിൻ. ഒരു ജമാദാത്തും ഒരു പിന്നെ ഹയവാനായ ഒരു ജീവനുള്ള വസ്തു, ഒരു എന്ത് മുതൽ, ഒരു ഉറുമ്പ് മുതൽ ആന വരെയും, പിന്നെ ജീവനില്ലാത്ത ഏത് കണികയും ലാ തൂജദു ബിലാ മൂജിദിൻ. ഒരു ഉണ്ടാക്കുന്ന ആളില്ലാതെ എന്താവില്ല, ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഹയവാനായാലും അല്ലാത്തതായാലും ഒരു കണിക മുതൽ, ജീവനില്ലാത്ത കണിക മുതൽ ഒരു വലിയൊരു മജറത്ത്, ഒരു ഗാലക്സി വരെയുള്ള എന്തും എന്തല്ല, ഒരാളും ഉണ്ടാക്കാതെ ഉണ്ടാവില്ല. അൽ ഖുർആൻ യഖൂലു. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ. അല്ലാഹുവാണ് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത്. വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ. വഹുവ അവനാകുന്നത്, അല്ലാഹു ആകുന്നത്, അലാ കുല്ലി ഷൈഇൻ വക്കീൽ. ഏതൊരു വസ്തുവിൻ്റെയും അവകാശം, അതായത് ഉണ്ടാക്കിയ ആൾ, അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് വക്കീൽ. അതിങ്ങനെ വേണ്ടതുപോലെ, വേണ്ട രൂപത്തിൽ, വേണ്ട സമയത്ത്, അതിങ്ങനെ മനുഷ്യന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ, ലോകത്തിന് വേണ്ട സമയത്ത് അതിങ്ങനെ വളരെ കറക്റ്റായി അതിങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, അള്ളാഹു എന്തൊരു ഭൂമിയിൽ എന്തൊരു ചെറിയ വസ്തുവുണ്ടോ അതിൻ്റെ സൃഷ്ടാവ് ആരാണ്? റബ്ബ് സുബ്ഹാനഹു തആലയാണ്. അല്ലാതെ എന്തുണ്ടാവില്ല, ഒരു പെട്ടെന്നൊരു സാധനം പൊട്ടിമുളച്ചുണ്ടാകുക, പൊട്ടുന്നൊരു സംഗതി ഉണ്ടാകുക, അതൊന്നും റബ്ബ് ഉണ്ടാക്കിയതല്ലാത്ത മറ്റൊരു വസ്തുവും ലോകത്തുണ്ടാവൂല. അത് അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ കുല്ലി ഷൈഇൻ. അല്ലേ? അള്ളാഹുവാണ് എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ്. അവനിലാണ് എല്ലാത്തിൻ്റെയും പരമാധികാരം, ഉത്തരവാദിത്വം. അവനാണ് എല്ലാത്തിൻ്റെയും എല്ലാ അവകാശവുമുള്ളത്.
ഇപ്പോൾ ആ പാഠം കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള വലിയൊരു പാഠമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ മറന്ന് ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദ്, ജമാഅത്ത് തുടങ്ങിയുള്ള പുത്തൻവാദികളിലേക്ക് പോകുന്നതിനെക്കാളും കൂടുതൽ ഇപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു? അള്ളാഹു ഇല്ല, അങ്ങനത്തെ ഒരു സൃഷ്ടാവില്ല എന്ന് പറയുന്ന നിരീശ്വരവാദിത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിരീശ്വരവാദികളായി മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിരീശ്വരവാദിത്വത്തിലേക്ക് എത്തുമ്പോൾ ഇതൊക്കെ തന്നാലുണ്ടായതാണ്. ഭൂമി അത് തന്നാലുണ്ടായത്, നമ്മുടെ മരങ്ങൾ അത് തന്നാലും മലകളാകും എല്ലാം. അങ്ങനെ എന്ത് ചെയ്യും? അതിനെ പറ്റിയ കുറേ ദുർവ്യാഖ്യാനങ്ങൾ നടത്തി എന്ത് ചെയ്യും? അവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് നിരീശ്വരവാദിത്വം നല്ലോണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്തരം ക്ലാസ്സുകളോ ചർച്ചകളോ വായനകളോ നമ്മളെ വീട്ടിലേക്ക് കയറ്റാനേ പാടില്ല. അത് കയറ്റിയാൽ നമ്മൾ വായിച്ചാൽ നമ്മൾ തീരുന്ന പുറത്തു പോകേണ്ട സാഹചര്യം വരും. അള്ളാഹു കാക്കട്ടെ, കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പാഠത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എഴുതി വിട്ട് നല്ല കുട്ടികളായിട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.